ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ തന്നെ നമ്മുടെ ഓപ്ഷൻ ട്രേഡിംഗ് അവസാനിച്ചോ, എന്താണ് ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ഭാവി. അപ്പോൾ ഈ ഒരു വീഡിയോ ഒന്ന് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സെബി ഒരു കമ്മിറ്റീനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓപ്ഷൻ ട്രേഡിങ്ങിൽ വോളിയം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഓപ്ഷൻ ട്രേഡിങ് എങ്ങനെ ചെയ്യാണ്ട് കുറച്ച് കൊണ്ടുവരാന്നുള്ളതിനെ കുറിച്ച് പഠിക്കാനും കുറച്ച് സജഷൻസ് ഒക്കെ തരാൻ വേണ്ടി ഒരു കമ്മിറ്റീനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അവരിപ്പോൾ കുറച്ച് സജഷൻസ് സെബിക്ക് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഒന്ന് പബ്ലിക് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് സജഷൻസ് ഓപ്ഷൻ ട്രേഡിങ്ങിനെ കാര്യമായിട്ട് തന്നെ ബാധിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് പറയാം. അതേമാതിരി എൻ്റെ ഒരു അഭിപ്രായം, ഇതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം കൂടി ഞാൻ പറയാം. പലതും പറയണായിട്ട്, പക്ഷെ എനിക്ക് അതിൽ കുറച്ച് യോജിപ്പില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ കൊടുത്ത സജഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് സജഷൻ എന്ന് പറഞ്ഞാൽ ലോട്ട് സൈസ് ഇൻക്രീസ് ചെയ്യാമെന്നാണ്. അപ്പോൾ ലോട്ട് സൈസ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു ലോട്ട് സൈസ് എന്ന് പറഞ്ഞാൽ 25 ക്വാണ്ടിറ്റി ആണ്. ഈ അടുത്താണ് അത് 50 25 ആയത്. ഞാനൊക്കെ നിഫ്റ്റിയിൽ ആദ്യം ട്രേഡ് ചെയ്യാൻ വന്ന ടൈമിലൊക്കെ 75 ആയിരുന്നു ക്വാണ്ടിറ്റി. അപ്പോൾ അത് പിന്നെ കുറഞ്ഞു വന്ന് 25 ആയി. അപ്പോൾ ഇത് ഇപ്പോൾ ഉള്ളൊരു ലോട്ടിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 5 lakhs ആണ്. അപ്പോൾ ഈ 5 lakhs ഒരു ലോട്ടിൻ്റെ വാല്യൂ 20 or 30 lakhsലേക്ക് ഉയർത്താനാണ് ഈ കമ്മിറ്റി സെബിയോട് സജസ്റ്റ് ചെയ്തേക്കണേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 25 ക്വാണ്ടിറ്റി എന്നുള്ളത് ഏകദേശം ഒരു ലോട്ട് എന്ന് പറയുമ്പോൾ ഒരു 100 അല്ലെങ്കിൽ 150 ക്വാണ്ടിറ്റി വരെയൊക്കെ കൂടും. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റത്തെ ഓപ്ഷൻ സെല്ലേഴ്സിനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 100 ക്വാണ്ടിറ്റി ഇപ്പം തന്നെ നേക്കഡ് സെല് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 2 lakhsന്റെ അടുത്ത് വരും. അതേമാതിരി ഹെഡ്ജ് ചെയ്ത് സെല് ചെയ്യുകയാണെങ്കിലും അത്യാവശ്യം ഒരു 1 lakhന് 1.5 എന്തായാലും വരും. അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു പ്രശ്നം. നല്ല മാർജിൻ മണി ഇല്ലാണ്ട് ഓപ്ഷൻ സെല് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞ് 25 ക്വാണ്ടിറ്റി ആണ് നേക്കഡ് സെല് ചെയ്യാൻ ഒരു 50,000 രൂപയൊക്കെ മതി. പക്ഷേ ലോട്ട് സൈസ് കൂടുന്തോറും നല്ല എമൗണ്ട് വേണ്ടി വരും. അപ്പോൾ ചെറിയ എമൗണ്ടിൽ ഓപ്ഷൻ സെല് ചെയ്യണവർക്ക് ഇനി കളിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ലോട്ട് സൈസ് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ. ഇനി ഓപ്ഷൻ ബയേഴ്സിനും പണിയുണ്ട്. ഇപ്പോൾ ഒരു ഓപ്ഷൻ ബയ്യർക്ക് ഒരു നിഫ്റ്റിയുടെ ഒരു ലോട്ട് ബൈ ചെയ്യണമെങ്കിൽ ഒരു 10 രൂപയ്ക്ക് ഒരു ലോട്ട് ബൈ ചെയ്യാച്ചാൽ മാക്സിമം ലോസ് 250 രൂപയാണ്. ഇതിനെ നിങ്ങൾ ഒരു ലോട്ടിന് 1000 ക്വാണ്ടിറ്റി ആവുകയാണെങ്കിൽ മാക്സിമം ലോസ് 1000 rupees ആവും. അപ്പോൾ നിങ്ങൾക്ക് ക്യാപിറ്റൽ അത്രയും കൂട്ടിയെടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരു ലോട്ടൊക്കെ ആയിട്ടൊന്നും മിക്ക ആൾക്കാരും മേടിക്കില്ല. മാക്സിമം 1 2 3 ആവും. അപ്പോൾ ക്യാപിറ്റൽ കൂടുതൽ വേണ്ടി വരും. ഓപ്ഷൻ ബയേഴ്സിനും ക്യാപിറ്റൽ കൂടുതൽ വേണ്ടി വരും. പക്ഷേ ഇത് കുറച്ചും കൂടി വലിയ രീതിയിൽ ബാധിക്കുക ഓപ്ഷൻ സെല്ലേഴ്സിനെയാണ്. അപ്പോൾ ക്വാണ്ടിറ്റി ലോട്ട് സൈസ് ഇത്രയും പെട്ടെന്ന് ലോട്ടിലെ ക്വാണ്ടിറ്റിയുടെ സൈസ് ഇത്രയും പെട്ടെന്ന് കൂട്ടുമ്പോൾ അത് അത്യാവശ്യം ഓപ്ഷൻ സെല്ലേഴ്സിനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കും. മാർജിനൊക്കെ ഭയങ്കര ഹൈ ആവും. രണ്ടാമത്തെ കാര്യം തന്നെ ഈ പറഞ്ഞ മാർജിനെ കൂട്ടുക എന്നുള്ളതാണ്. ഇപ്പോഴുള്ള മാർജിനേക്കാൾ കൂട്ടുക. അപ്പോൾ തീരുമാനമാവുമല്ലോ. 2 ലക്ഷം എന്നുള്ളത് ചിലപ്പോൾ 3 ലക്ഷം 4 ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ എത്തും. അപ്പോൾ ഓപ്ഷൻ സെല്ലേഴ്സിന് നല്ലൊരു പണിയാണ് കിട്ടാൻ പോണത്, അങ്ങനെ കൂട്ടുക ലോട്ട് സൈസ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ. ഇനി രണ്ടാമത്തെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ വീക്കിലി ഓപ്ഷൻസ് നിർത്തുക. അപ്പോൾ അതിനുള്ളൊരു കാരണം പറയുന്നത് ഓപ്ഷൻസിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഹെഡ്ജിങ് ആണ്. അപ്പോൾ അവർ പറയുന്നത് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് മന്ത്ലി ഓപ്ഷൻ മാത്രം മതി, വീക്കിലി ഓപ്ഷൻ വേണ്ട. കാരണം വീക്കിലി ഓപ്ഷനിലാണ് മിക്ക ആൾക്കാരും ട്രേഡ് ചെയ്യണേ. അപ്പോൾ ആ വീക്കിലി ഓപ്ഷൻസ് നിർത്തുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ട്രേഡിങ് കുറച്ച് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് അവർ പറയണേ. പക്ഷെ ഇതിൽ വേറൊരു കളി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ട്രേഡേഴ്സ് ട്രേഡ് ചെയ്തോട്ടെ, പക്ഷെ അത് എങ്ങനെയാണെന്നും കൂടി ഉണ്ട്. ഒരു എക്സ്ചേഞ്ചിന് ഒരാഴ്ചയിൽ ഒരു എക്സ്പയറി മാത്രം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ NSEക്ക് ഒരാഴ്ചയിൽ തന്നെ 5 എക്സ്പയറി ഉണ്ട്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരു ദിവസം, ഫിൻ നിഫ്റ്റി ഒരു ദിവസം, നിഫ്റ്റിയുടെ എക്സ്പയറി, അങ്ങനെ ഒരാഴ്ചയിൽ എല്ലാ ദിവസവും ഇപ്പോൾ എക്സ്പയറിയാണ്. അത് മാറ്റിയിട്ട് ഒരാഴ്ചയിൽ ഇപ്പോൾ ഈ ആഴ്ച നിഫ്റ്റിയുടെ എക്സ്പയറി ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ചയും ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി, അതിൻ്റെ തൊട്ടപ്പുറത്തെ ആഴ്ചയും ഫിൻ നിഫ്റ്റി, അങ്ങനെ മന്ത്ലി എക്സ്പയറി മാത്രമേ ഇനി ഉണ്ടാവുള്ളൂ എന്നാണ് പറയണത്. ഇനി ഉണ്ടാവുന്നുള്ളൂ എന്നല്ല, സജഷൻ കൊടുത്തേക്കണതാണ്. ഇതൊക്കെ പാസ്സായി വരണം. അപ്പോൾ മന്ത്ലി എക്സ്പയറി മാത്രമാകുമ്പോൾ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയും പറയാം. ഇപ്പോൾ ഈ വീക്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണെങ്കിൽ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാം ആൾക്കാർക്ക്. അടുത്ത വീക്ക് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാം. അങ്ങനെ ഇൻഡെക്സുകൾ മാറി ട്രേഡ് ചെയ്ത് പോകാൻ പറ്റും. ട്രേഡിങ് അവിടെ നടക്കും, പക്ഷേ നമ്മൾ ചെയ്യണ ഇൻഡെക്സുകൾ മാറി വരും. പക്ഷെ അതിലും കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ട്. ഇപ്പം എൻ്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുക. സപ്പോർട്ട് എവിടെയാണ്, റെസിസ്റ്റൻസ് എവിടെയാണ്. കാരണം ഞാൻ ഡെയിലി നോക്കാറുള്ളത് നിഫ്റ്റിയിലാണ് ഞാൻ ട്രേഡ് എടുക്കാറ്.
പക്ഷേ നിഫ്റ്റിയിൽ ഇനി മന്ത്ലി എക്സ്പയറി ആകുമ്പോൾ ഞാൻ ബാക്കിയുള്ള ഇൻഡെക്സുകളെ നോക്കേണ്ടി വരും, അതിൽ പോയി ട്രേഡ് എടുക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് റിസ്ക് കൂടും, നമുക്കറിയാത്ത ചാർട്ടാണല്ലോ. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ ആ ഒരു റിസ്ക് വരും. ട്രേഡ് ചെയ്യാൻ പറ്റും എല്ലാ ആഴ്ചയും, പക്ഷേ വേറെ വേറെ ഇൻഡെക്സുകളിൽ പോയി ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് അടുത്തൊരു സജഷൻ. ഇനി വേറൊരു സജഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി മാർജിൻ മണി കൂട്ടുക. പിന്നെ മെയിനായിട്ട് വന്നത് ഇത്രയ്ക്ക് തന്നെയായിരുന്നു തോന്നുന്നു, വേറെ സംതിങ് ഒന്നും ഉണ്ടായില്ല. ഈ പറഞ്ഞ മാതിരി എക്സ്പയറി അടുക്കും തോറും മാർജിൻ മണി ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഈ മേജർ 2 കാര്യങ്ങളാണ്. വീക്കിലി എക്സ്പയറി ഒഴിവാക്കുക, അതേമാതിരി തന്നെ ലോട്ട് സൈസ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യിക്കുക. ഇത് തന്നെയാണ് ഉള്ളതെന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെയും കുറച്ച് ചെറിയ ചെറിയ സജഷൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് പോട്ടെ. അപ്പോൾ മിക്ക ആൾക്കാരും പറയണ കേട്ടു FNO ബാൻ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്, മാർക്കറ്റിന് നല്ലതാണ്, ഇൻവെസ്റ്റേഴ്സ് കൂടുക, അതൊക്കെ കൂടുന്നു. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഇൻവെസ്റ്റ് ചെയ്യാൻ സത്യത്തിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് താല്പര്യമുള്ളൂ. ട്രേഡ് ചെയ്യാൻ തന്നെയാണ് ആൾക്കാർക്ക് താല്പര്യം. കാരണം പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് മിക്ക ആൾക്കാരും താല്പര്യം. ഇപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഓപ്ഷൻ ട്രേഡിങ് കുറയും, അതേമാതിരി ഓപ്ഷൻസിൽ ലോസ് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ എണ്ണവും കുറയും. കാരണം എന്താണെന്ന് പറയും, ഇവിടുന്ന് ട്രേഡിങ് നിർത്തിയ ആൾക്കാർ പോവും. ട്രേഡിങ് നിർത്തി പോണ ആൾക്കാർ ഇവരുടെ ഈ ചെറിയ ക്യാപിറ്റലും കൊണ്ട് ഹൈ ലിവറേജ് കിട്ടണ ക്രിപ്റ്റോ അല്ലെങ്കിൽ ഫോറക്സിൽ പോകും. ഇനി കണ്ടോ നിങ്ങൾ, ഇത് നടപ്പായി കഴിഞ്ഞാൽ പുതിയ ക്രിപ്റ്റോ ബ്രോക്കേഴ്സ് വരും, പുതിയ ഫോറക്സ് ബ്രോക്കേഴ്സ് വരും. അവിടെയൊക്കെ കൊണ്ടുപോയി പൈസ കളയും. ബൈനറി ട്രേഡിങ് അവിടെയൊക്കെ കൊണ്ടുപോയി പൈസ കളയും. കാരണം എന്താ, ഇവർക്ക് ട്രേഡ് ചെയ്ത് പൈസ കിട്ടണം. ഇവിടെ പോയി ട്രേഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർ വേറെ സ്ഥലത്ത് പോയി ട്രേഡ് ചെയ്യും, അത്ര തന്നെയേ ഉള്ളൂ. ട്രേഡ് ചെയ്ത് അവർ പൈസ അവിടെ കളയും. അപ്പോൾ ആൾക്കാരെ പൈസ സത്യത്തിൽ സെബിക്കും ഗവൺമെൻറ്റിനൊക്കെ വിഷമാണ് ആൾക്കാർ ഓപ്ഷൻസ് കൊണ്ട് പൈസ കളയണമെന്നുള്ളത്. ഇതിപ്പോൾ എന്താവും, ലീഗലി ആയിട്ട് പൈസ കളയണ സ്ഥലത്ത് നിന്ന് ഇല്ലീഗലായിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് പൈസ കളയണ അവസ്ഥയ്ക്ക് എത്തും. അപ്പോൾ ആ പൈസ ചിലപ്പോൾ ഇവിടെ പൈസ പോയാലും ചിലപ്പോൾ ഇന്ത്യക്കാർക്ക് തന്നെയാവും കിട്ടുക, ഓപ്ഷൻസിൽ പൈസ വരും. ഇതിപ്പോൾ വല്ല ഫോറിനേഴ്സും കിട്ടുന്ന അവസ്ഥയാവും. അപ്പോൾ നമ്മുടെ പൈസ ഇവിടുന്ന് ഫോറിനിക്ക് പോണ അവസ്ഥയാവും. സത്യത്തിൽ സെബിയൊക്കെ കുറച്ചും കൂടി ഒന്ന് ലിബറലാവേണ്ട കാലം ആവശ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയ്ക്കൊന്നും റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ട്രേഡ് ചെയ്തിട്ട് ആൾക്കാരെ പൈസ പോകണമെന്നായിട്ട് ചൈനീസ് മാർക്കറ്റത്തെ മാതിരി ഇൻട്രാഡേ തന്നെ നിർത്തി കളയാവും. അപ്പോൾ ഇതുവരെ ഞാൻ കേട്ടിട്ടുണ്ട്, ഓസ്ട്രേലിയൻ മാർക്കറ്റിൽ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് നിർത്തിയിട്ട് അവരെ മാർക്കറ്റിൽ പാർട്ടിസിപ്പേഷൻ കുറഞ്ഞു എന്നുള്ളത്. അതുമാതിരി ഇനി നമ്മുടെ മാർക്കറ്റിലും പാർട്ടിസിപ്പേഷൻ കുറയില്ലെന്ന് അറിയില്ല, അതൊക്കെ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇത് മെയിനായിട്ട് കൊണ്ടുവരാനുള്ള ഒരു റീസൺ, കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഭയങ്കരമായിട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്തിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പൈസ കൊണ്ടുപോയി എന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണോ എന്നൊന്നും അറിയില്ല. ചിലപ്പോൾ ആ ഒരു കാര്യത്തിനെ തടയാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ ട്രേഡിങ്ങിൽ ആൾക്കാരെ പൈസ പോകണം അതൊക്കെ പറഞ്ഞിട്ടാവും കൊണ്ടുവരുന്നുണ്ടാവുക, അതറിയില്ല, നമുക്കറിയില്ല. പക്ഷേ എന്നാലും ഇതൊക്കെ കുറച്ചും കൂടി ലിബറലാക്കേണ്ട കാര്യമുണ്ട്. കാരണം നമ്മൾ ഇന്ത്യയിലെ ട്രേഡേഴ്സ് എത്രയോ ടാക്സും കാര്യങ്ങളൊക്കെ അടക്കിയിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ പോയിട്ട് ഒരു ഓപ്ഷൻ സെല് ചെയ്യാന്ന് വെച്ചാൽ ഇത്രയും പ്രശ്നങ്ങൾ പോലില്ല. ഒരു എക്സ്ചേഞ്ച് ഫീസും പിന്നെ മാർജിൻ മണി ഇത്രയില്ല. അപ്പോൾ അത്രയും ലിബറലായിട്ടാണ് അവിടുത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്യണേ. അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ നമ്മളിവിടെ ഓവർ എന്താ പറയുക റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരണ മാതിരി തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ ഞാനായാലും ആദ്യം നിഫ്റ്റിയുടെ ലോട്ട് സൈസ് കുറയ്ക്കുമ്പോൾ കുറച്ച് നെഗറ്റീവൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്കൊരു ഹെൽപ്ഫുള്ളായി. ഇനിയിപ്പോൾ ഇത് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അറിയില്ല, കൂടുതലും ട്രേഡിങ്ങിനെ അഫക്റ്റ് ചെയ്യാൻ തന്നെയാണ് ഇത് സാധ്യത. ഓപ്ഷൻ ട്രേഡിങ്ങിൽ ലാർജ് ക്യാപിറ്റലുള്ള ആൾക്കാർക്ക് പിന്നെയും കുഴപ്പമില്ലാണ്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു 5 ലക്ഷത്തിൻ്റെ അടിയിലൊക്കെ ഉള്ള ക്യാപിറ്റലുള്ള ആൾക്ക് തുടരാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. നോക്കി നോക്കാം എന്താവും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. കൂടുതൽ ഇൻവെസ്റ്റിംഗ് ട്രേഡിംഗ് റിലേറ്റീവ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.